മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളുടെ യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ ഏറ്റവും അധികം കേൾക്കുന്ന കുറേ വ്യക്തിയിൽ ഒരാള് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അസീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്നലെ എനിക്കൊരു ഇമെയിൽ അയച്ചു. എല്ലാവരും അയക്കുന്ന ഇമെയിലും യൂട്യൂബ് കമന്റും ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇദ്ദേഹം നല്ല മോഡേൺ ഔട്ട്ലുക്കുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. തെറ്റുകളെ കൃത്യമായിട്ട് ലോകത്തിൽ ആര് പറഞ്ഞാലും വിമർശിക്കുകയും ശരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അസീസ്. അദ്ദേഹത്തിന്റെ കമന്റുകളൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ല. കാരണം ഡിലീറ്റ് ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മുസ്ലിം യുവാക്കൾ നല്ല പച്ച തെറി എഴുതാറുണ്ട്. അതുകൊണ്ടൊന്നും തൊലിക്കട്ടി അകത്തും പുറത്തുള്ളത് കൊണ്ട് വിഷമിക്കാറൊന്നുമില്ല. അങ്ങനെ ചിലവന്റെ വിസർജ്യം അല്ലെങ്കിൽ വായ കൊണ്ടും ചിന്തകൾ കൊണ്ടും വിസർജിക്കുന്നത് എൻ്റെ യൂട്യൂബിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് അത് ഭയപ്പെട്ടിട്ട് ഇൻടോളറൻസും അസഹിഷ്ണുതയും കൊണ്ട് ഡിലീറ്റ് ചെയ്യല്ല. ഇദ്ദേഹത്തിന്റെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാറില്ല. വിമർശിക്കുന്നത് അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹം ഇന്നലെ എഴുതിയത് ഈ പുരോഗമന കലാസാഹിത്യവേദിയുടെ ഇടതുപക്ഷക്കാര്, ബുദ്ധിജീവികളെ, യുക്തിവാദികളുടെ സംഘടനയാണത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിലാളനയിൽ വളരുന്നു. അതിൽ അദ്ദേഹം പോയി അത്രേ. അതിലെ ചർച്ച മുഴുവനും ഹിന്ദുക്കൾക്ക് എതിരായിരുന്നു, ഭാരതീയ സംസ്കാരത്തിനെതിരായിരുന്നു. സ്വാഭാവികമായിട്ടും മോദി മുതൽക്ക് RSS മുതൽക്ക് എല്ലാം വരുമല്ലോ. ശ്രീ അസീസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വരിയിലൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, യൂട്യൂബിലുള്ളത് കുറേ കാര്യങ്ങൾ കേട്ടിട്ട്, എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന യൂട്യൂബിലുള്ള കേട്ടിട്ട് അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിച്ചു അത്രേ. ഹിന്ദു കൺസെപ്റ്റിനെ കുറിച്ച് അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അത് വർഗീയതയാണ്. അല്ലാഹു യഹോവ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അത് വർഗീയതയല്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അത്രേ. അവസാനം പൂക്കാസ പുരോഗമന കലാസാഹിത്യവേദിയിലെ പ്രവർത്തകര് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചു അത്രേ, അസീസ് എന്ന മുസ്ലിമായ നിങ്ങൾ എന്തിന് ഹിന്ദു വർഗീയതയെ ന്യായീകരിക്കുന്നു എന്ന്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു അത്രേ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. മറ്റ് മതവിഭാഗങ്ങളുടെ ഒരു കാര്യത്വവും നിങ്ങൾ തൊടുന്നു പോലും ഇല്ല. അപ്പൊ പിന്നെ സത്യവും നീതിയും ന്യായവും യാഥാർത്ഥ്യവും മൂടിവെച്ച് നിങ്ങൾക്ക് വേറെ ഏതോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത്രേ. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ, അസീസ് തന്നെ ഇമെയിൽ അയച്ച ഭാഷയില് പറയുന്നു, വാക്കുകളില് അവിടെ കൂടിയിരുന്നവർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഷോക്കടിച്ച മാതിരി ഇരുന്നു അത്രേ. ഞാൻ നിങ്ങളോട് പറയുന്നു, അസീസിന് ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വരില്ല. അസീസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും RSSകാർക്കും BJPക്കാർക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവര് എന്നെ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്, വാക്കുകളിലൂടെ അല്ലെങ്കിൽ വരികളിലൂടെ, വേറെ രീതിയിലല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലായ്പ്പോഴും പറയാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് സ്വതന്ത്രമായിട്ട് പറയുന്ന ആള്. പക്ഷെ ഭാരതത്തോടും സനാതന ധർമ്മത്തോടും അകമഴിഞ്ഞ സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ജീവിക്കുന്ന ആളാണ് ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയുന്നു, ഈ രാഷ്ട്രം ഇന്നും ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമായിട്ട് നിൽക്കുന്നു. ഈ രാഷ്ട്രത്തില് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായേക്കാം, അത് ഇടക്കാലത്ത് വന്നതാണ്. നമ്മുടെ വേദങ്ങളിൽ അന്ധവിശ്വാസങ്ങളില്ല, കഥകളില്ല, വ്യക്തി അധിഷ്ഠിത ജീവിതങ്ങളില്ല, പാപപുണ്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയുന്നില്ല, വാശിയും പകയും വിദ്വേഷവും ഉള്ള ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല, അങ്ങനെയുള്ളൊരു ദൈവസങ്കല്പത്തെക്കുറിച്ച് തന്നെ ഭാരതത്തിൽ പറയുന്നില്ല. ഭാരതത്തിലെ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ വേദങ്ങളോ ഉപനിഷത്തുകളോ കാണിച്ച് ഇതാണ് പരമമായ സത്യം, നിങ്ങളെല്ലാം ഹിന്ദുക്കളാവണമെന്ന് ഭാരതീയർ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളായാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളായാൽ നിന്റെ പാപം തീരും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചതിയും വഞ്ചനയും പറ്റിക്കലും അവഹേളനവും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല.
ഏത് വഴിയിലൂടെ പോയാലും എല്ലാം പരമമായ സത്യത്തിലേക്ക് പോകുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഹിന്ദു ധർമ്മത്തിന്റെ അവകാശികളാണ് അസീസ് ഉൾപ്പെടെയുള്ളവരെല്ലാം. ഭഗവത്ഗീത അപ്ലോഡ് ചെയ്തപ്പോ ശരിക്കത് അപ്ലോഡ് ചെയ്യാനുണ്ടായ കാരണം ഞാൻ പറയുകയുണ്ടായി. ആസ്ട്രേലിയയിലെ കുറെ ക്രിസ്ത്യാനികളെ റിക്വസ്റ്റ് ചെയ്ത, മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ. ഇപ്പൊ ധാരാളം ക്രൈസ്തവര് എന്റെ സ്പീച്ച് കേൾക്കുന്നത് എനിക്ക് അതിന്റെ പേര് കണ്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്നും പറയാറുണ്ട്, ടോണി മാത്യു എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ട് സെയിന്റ് തോമസ് കോളേജ് പാലായിലെ. അദ്ദേഹം രാമായണം പഠിപ്പിക്കുന്ന മാതിരി, മഹാഭാരതം പഠിപ്പിക്കുന്ന മാതിരി, ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്ന മാതിരി ഹിന്ദുക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയാറുണ്ട്, ഐ ആം എ ഹിന്ദു ബട്ട് മൈ ഇഷ്ടദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. ടോണി മാത്യു പറയാറുണ്ട്, ഞാനൊരു ഹിന്ദുവാണ്, എന്റെ ഇഷ്ടദേവത യേശു ക്രിസ്തുവാണ്. ഏത് ദേവതയെ സ്വീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? ജോസഫ് പുലിക്കുന്നേല് RSSന്റെ നേതാവായിട്ടുള്ള ശ്രീ പരമേശ്വർ ജി പോയാൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ജോസഫ് പുലിക്കുന്നേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വർക്ക് എന്താ അറിയോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടർ അദ്ദേഹം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ്, അദ്ദേഹത്തിന്റെ കീഴിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്. ആ ജോസഫ് പുലിക്കുന്നേലും പറയും, അദ്ദേഹം ഈ അടുത്ത കാലത്തേക്ക് യെരുശലേമിൽ പോയി ഈ ഇതിലെ പിറവി എന്ന മാഗസീനിൽ അതിന്റെ ഡീറ്റെയിൽസ് എഴുതുകയുണ്ടായി. അപ്പൊ ജോസഫ് പുലിക്കുന്നേൽ പറയാം, ഐ ആം എ ഹിന്ദു, മൈ ഇഷ്ടദേവത ഇസ് ജീസസ് ക്രൈസ്റ്റ്. ഐസക് തോമസ് ആണെന്ന് തോന്നുന്നു, ഡോക്ടർ ഐസക് തോമസ് ആണോ മാത്യു ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. കോട്ടയം CMS കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറാണ്, വൈസ് പ്രിൻസിപ്പാൾ ലെവലിലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രസിഡന്റാണ്. RSSന്റെ സംഘടനയാണ് ഭാരതീയ വിചാര കേന്ദ്രം. ഐസക് എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യനാണ്. ഞാൻ മതം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതല്ല. ഐ ആം എ ഹിന്ദു ബട്ട് മൈ ഇഷ്ടദേവത മേ ബി ജീസസ് ക്രൈസ്റ്റ്. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശു ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും ചേർക്കാൻ നമുക്ക് വിഷമമുണ്ടോ? ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിളോ ഒരു ഖുറാനോ ചേർക്കാൻ ഭാരതീയർക്ക് വിഷമമുണ്ടോ? വെറുതെ ചിന്തിച്ചു നോക്കാം. പക്ഷെ എന്റെ മതം മാത്രം ശരി, അതിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ പച്ചത്തെറി പറയാൻ ചിലരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പറ്റിക്കലിലൂടെയും യഹോവ ഏകരക്ഷകൻ യേശുവിലെ മനപരിവർത്തനം ചെയ്ത് അന്ത്യനാളുകളിൽ രക്ഷ നേടുക, ഇതൊക്കെ തനി പീറ വാക്കുകളല്ലേ? ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാം? തനി വട്ട് പിടിച്ച് കള്ളു കുടിച്ചവൻ പോലും പറയാത്ത രീതിയിൽ യേശു ക്രിസ്തു ഏകരക്ഷകൻ, അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ കുരിശിൽ കിടന്ന് ഏലി ഏലി സമക്താനി എന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത മനുഷ്യൻ, അയാളാണ് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞത്. കന്യാമറിയത്തിൽ ദൈവം ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിന് ഒരു സ്ത്രീയിൽ ഗർഭം ഉണ്ടാക്കാൻ പറ്റുമോ? ഏതോ ജാരസന്തതിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് മാത്രമല്ല, യേശു ക്രിസ്തു കുരിശിലേറിയത് എന്തിനു വേണ്ടി? ആദവും അവയും കൂടി ലൈംഗിക ബന്ധത്തിൽപ്പെട്ടിട്ട് കുട്ടി ഉണ്ടാക്കിയതിന് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ആദിപാപം, മണ്ണാങ്കട്ട. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ മതപരിവർത്തനം നടത്തുന്നതിന് പകരം സത്യസന്ധമായിട്ട് ഈ നാടിന്റെ പൈതൃകം എന്താണെന്ന് മനസ്സിലാക്കുക. വെറുതെ അവസാനം ഈ അച്ഛന്മാരുടെ കാമകേളികളും കോപ്രായത്തരവും കണ്ട് ആരോ ആമേൻ എന്ന പുസ്തകം എഴുതിയ ജസ്മി എഴുതിയ മാതിരി ഹോളി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന മാതിരി. ശരിക്ക് സുപ്രീം കോടതി ജഡ്ജി കഡ്ജു മദർ തെരേസയുടെ അബ്നോർമാലിറ്റി മുഴുവനും ഞാൻ ഫേസ്ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. നാളെ ഞാനത് വായിക്കുന്നുണ്ടാവും. സുപ്രീം കോടതി ജഡ്ജിയാണെന്ന് ഓർമ്മിക്കണം. മദർ തെരേസ മെന്റലി ക്രാക്ക് ആയിരുന്നു, വട്ട ഫനാറ്റിക്. $10 മില്യൺ എനിക്ക് തന്ന മദർ തെരേസ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജി ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ നാടിന്റെ പൈതൃകത്തെ ചങ്കൂറ്റത്തോടുകൂടി പറയാനും ശരിയായിട്ടുള്ളത് സ്വീകരിക്കാനും. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും വിഷമൊന്നുമില്ല. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ദുർദേവതകളെ വരെയും പൂജിക്കുന്ന കൂട്ടത്തിലാണ്. ജിന്നിനെയും വേട്ടയ്ക്കൊരു മകനെയും അങ്ങനെയുള്ള ഒക്കെ പൂജിക്കാമെങ്കിൽ നമ്മൾ പൂജിക്കാറുണ്ട്. ആനയെ പൂജിക്കാറുണ്ട്, പശുവിനെ പൂജിക്കാറുണ്ട്, അതിലൊക്കെ അഭിമാനിക്കാറുമുണ്ട്. സർവ്വചരാചരങ്ങളിലും ഒരേ ചൈതന്യമുണ്ട്. അങ്ങനെയുള്ളപ്പോഴത്തേക്കും ധന്യമായിട്ടുള്ള കുറെ പ്രവാചകന്മാരെയോ ദൈവപുത്രന്മാരെയോ പൂജിക്കുന്നതിൽ വിരോധമില്ല. അതിനെ ഇറച്ചി വിൽക്കുന്ന മാതിരി കച്ചവടം നടത്തിയിട്ട് ലവ് ജിഹാദ് കൊണ്ട് കഴുത്ത് പച്ചയ്ക്ക് അറുത്ത് നടക്കുന്ന ISISലെ മുസ്ലിം തീവ്രവാദികളെയും ഇതേമാതിരിയുള്ള പെന്തക്കോസ്ത്, യഹോവ തുടങ്ങിയിരിക്കുന്ന വട്ടന്മാരെയൊക്കെ പൂജിക്കണം, ആരാധിക്കണം എന്ന് പറയുകയും അവരെ സംരക്ഷിക്കലാണ് മതേതരത്വം എന്ന് പറയുകയൊക്കെ, അതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും അസീസ് എന്ന മുസ്ലിം പേരുള്ള ഒരാള്, അദ്ദേഹം
ശരിക്കും മുസ്ലിം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ളവർ ഉണ്ടാവട്ടെ. ഒരു മതത്തിനെയും ആരും എതിർക്കണ്ട. അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തെയും എതിർക്കുന്നവർ നിൽക്കുകയും ചെയ്യും. സഹനാവവതു സഹനൗ പുനഃത്തു എന്ന വഴിയിലൂടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം. പ്രണാമം. നമസ്കാരം.